വ്ളോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി ഫോട്ടോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് കേസ്. കുട്ടിയുടെ മാതാപിതാക്കൾ കോവളം പോലീസിൽ പരാതി നൽകി. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, വ്ളോഗിങ്ങിനായി ഒരുപാട് ദൃശ്യങ്ങളും അതുപോലെ ചിത്രങ്ങളുമൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു പതിവുണ്ട് മുകേഷിന്. ഇവിടെ ഈ പരാതിയിൽ എന്താണ് പറയുന്നത്? എന്താണ് ഈ പോക്സോ കേസിന് ആധാരമായ സംഭവം? സുജയ, പ്രധാനമായും മുകേഷ് നായർക്കെതിരെയുള്ള ആരോപണം നിലവിൽ ഈ ഫെബ്രുവരിയിൽ വാലന്റൈൻ ഡേയുമായി ബന്ധപ്പെട്ട ഒരു റീൽ ഷൂട്ട് ഈ കോവളത്തെ ഒരു സ്വകാര്യ റിസോർട്ടിൽ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പ്രൊഡക്ഷൻ തിരുവനന്തപുരം തിരുമല സ്വദേശിയായിട്ടുള്ള ഒരു അൻസി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള പ്രൊഡക്ഷൻ ഹൌസാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പെൺകുട്ടികൾ ഈ റിസോർട്ടിൽ എത്തിയിരുന്നു. അതിലാണ് ഈ ഇപ്പോൾ പരാതിക്കാരിയുടെ കുടുംബം ഉന്നയിക്കുന്നത്, ഈ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഈ മുകേഷ് നായർ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുകയും അതിന്റെ ചിത്രങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നുള്ളൊരു ആരോപണമാണ് നിലവിൽ കോവളം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇത് പ്രകാരം ഇപ്പോൾ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് കോവളം പോലീസ്. പിന്നെ എനിക്കെതിരെ അന്വേഷണം ഉത്തരവിട്ട മന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അങ്ങും മുമ്പ് ഇതുപോലെ അസംബ്ലിയിൽ ഒരു കോലാഹലം ഉണ്ടാക്കിയ ഒരു കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ്. അതൊക്കെ കണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും കണ്ടിട്ടുള്ള ഒരാളാണ്. അതുപോലെ ആ സമയത്ത് താങ്കൾ ഒരുപാട് സ്കൂൾ കോളേജ് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും നമ്മളിൽ നിന്നും കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒന്നും അടിച്ചു പൊട്ടിച്ചില്ല. അപ്പം അതുകൊണ്ട് കേസൊക്കെ ആരുടെ പേരിലും ഉണ്ടാവും. മുകേഷ് എം നായർ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്കൂളിൻ്റെ ഒരു പ്രധാന പരിപാടിക്ക് പോയപ്പോഴത്തേക്കും അതിനെതിരെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തിട്ട് ഒരു പോക്സോ കേസ് പ്രതി, അക്യൂസ്ഡ്, പ്രതി, വാട്ട് എവർ ഇറ്റ് ഇസ്, പോക്സോ കേസിൽ ഉൾപ്പെടുന്ന ഒരാൾ എന്തിന് സ്കൂളിൽ വന്നു എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുത്തു. അദ്ദേഹം മന്ത്രിമാരെല്ലാം വളരെ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? അവരെല്ലാവരും സെയിൻസ് ആയിട്ടുള്ള ആൾക്കാരാണോ? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ കൊന്നിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഒരാളെ അല്ലേ കൊന്നുള്ളൂ, അയാൾ 10 പേരെ കൊന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോജിക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. പോക്സോ സംബന്ധമായ കേസിൽ അൺടിൽ പ്രൂവൺ നോൺ ഗിൽറ്റി, അതായത് തെറ്റൊന്നുമില്ല എന്ന് കോടതി പറയുന്നത് വരെ ആ കേസ് നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾക്ക് വിളിക്കുന്നതിന് പുറമെ സ്കൂളിൻ്റെ അടുത്ത് വരെ അവർ ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ എത്രത്തോളം വേറെ സെലിബ്രിറ്റീസിനെ വിളിക്കാൻ പറ്റും? അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലുക്കോ അല്ലെങ്കിൽ അദ്ദേഹം ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളാണെന്നോ ഒരുപാട് സ്ത്രീകളുടെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരാളാണെന്നോ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് ഓൾ ഹിസ് പേഴ്സണൽ ചോയ്സ്. പക്ഷെ ഇഫ് യു ആർ അക്യൂസ്ഡ് വിത്ത് സംതിങ് ലൈക്ക് ദിസ്, ടിൽ ദ ടൈം ഇറ്റ് ഈസ് പ്രൂവൺ അതർവൈസ്, എന്ത് ഫീലിങ്സ് ആരുടെ ഹേർട്ടാണെങ്കിലും അങ്ങനെ ഒരു മനുഷ്യനെ ഒരു സ്കൂളിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പാടില്ല. കാരണം ദ വെൽഫെയർ ഓഫ് ദി ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറമേയുള്ള ആളുകൾ, സ്വന്തം വീടുകളിലുള്ള ആളുകൾ, അങ്ങനെ കുട്ടികൾ അനുഭവിക്കുന്ന സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. സെക്ഷൽ, ഫിസിക്കൽ, ഇമോഷണൽ, ഓൾ കൈൻഡ്സ് ഓഫ് അബ്യൂസ്. സോ ഇറ്റ് ഷുഡൻ ബി ആൻ ആർഗ്യുമെൻറ്റേറ്റീവ് പോയിന്റ്. ഞാൻ ഈ തെറ്റല്ല ചെയ്തുള്ളൂ, അവരെന്നെക്കാളും വലിയ തെറ്റ് ചെയ്തില്ല, എന്തായത് കുട്ടികളെയോ? Ironically speaking. So sorry, Mukesh M. Nair, you're not allowed in the premises of any schools. ഡോക്ടർ ഗായത്രി മേനൻ, എനിക്ക് എന്താ പറയാനുള്ള അവകാശം ചോദ്യം ഉണ്ടാവില്ലേ? ഞാൻ ബാക്കി ക്വാളിഫിക്കേഷൻസ് പറയാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, BSc, MSc, MPhil, PhD.